ഈ മഹത്തായ വേദിയിൽ സന്നിഹിതരായ മഹാരഥന്മാരായ പണ്ഡിതന്മാരെ, മറ്റ് നേതാക്കളെ, സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷികവുമായി ബന്ധപ്പെട്ട് SMF സംഘടിപ്പിച്ച നവോത്ഥാന സമ്മേളനമാണ് നമ്മുടെ ഈ അക്ഷരനഗരിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. പണ്ഡിതന്മാരും നേതാക്കന്മാരുമൊക്കെ സമകാലിക വിഷയങ്ങളെ, സമസ്തയുടെ ചരിത്രത്തൊക്കെ ആസ്പദമാക്കിക്കൊണ്ട് സുദീർഘമായി സംസാരിക്കുകയുണ്ടായി. ഇനി നാസർ ഫൈസിയെ പോലുള്ള പണ്ഡിതന്മാർ നമ്മെ അഭിസംബോധന ചെയ്യാനിരിക്കുകയാണ്. ഞങ്ങളൊക്കെ ഈ മഹത്തായ സമ്മേളനത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശം. ഇവിടെ ഒരു പ്രസംഗം ചെയ്യുക എന്നത് പോലും അതിൻ്റെ ആവശ്യമില്ല. കാരണം വളരെ പണ്ഡിതോജ്വലമായ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ട ഐക്യത്തിൻ്റെ സന്ദേശം വളരെ ശക്തമായി പ്രവഹിപ്പിക്കുന്ന ഒരു സമ്മേളനമാണിത്. ലോകത്ത് തന്നെ മലയാളക്കര വേറിട്ട് നിൽക്കുന്നത് ഇസ്ലാമിക ചൈതന്യത്തിൻ്റെ പേരിലാണ്. അറബ് രാജ്യങ്ങളിൽ പോലും ഇല്ലാത്ത മുസ്ലിം ചൈതന്യം, വിശ്വാസപരമായ നവോന്മേഷം നമുക്ക് കാണാൻ കഴിയുന്നത് ഈ മണ്ണിലാണെങ്കിൽ അതിന് ഇവിടുത്തെ ചരിത്രപരമായ ഒരുപാട് വസ്തുതകളുണ്ട്. പക്ഷേ 100 കൊല്ലക്കാലത്തെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തനമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഉലമ ഉമറ ബന്ധമുണ്ട്. ഈ സമ്മേളനത്തിൽ നിന്ന് മൊത്തം ഉയർന്നു കേട്ടത് ഉലമാവും ഉമറാവും ഒന്നിച്ചു പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന സൗഭാഗ്യത്തെക്കുറിച്ചാണ്. അതിന് കേരളം പോലെ ഉദാഹരണം മറ്റൊന്നില്ല. നിരവധി സന്ദർഭങ്ങൾ ഇവിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഇന്ത്യയിലെ മുസ്ലിം ഉമ്മത്ത് നേരിട്ട വിവിധ പരീക്ഷണങ്ങളെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അതിനൊക്കെ പ്രതിവിധി ഉണ്ടായത്, ഇന്ന് കാണുന്ന ഈ വലിയ വളർച്ചയും വികാസവും ഉണ്ടായത്, ധാരാളം ദാറുൽ ഉലൂമുകൾ പ്രവർത്തിക്കുന്നത്, അതിൻ്റെ ഒക്കെ അടിസ്ഥാനം ഈ ഉലമ ഉമറ ബന്ധമാണ്. അൽഹംദുലില്ലാഹ്, അത് നമുക്ക് അനുസ്യൂതം മുന്നോട്ട് കൊണ്ടുപോകണം. ഐക്യത്തിന്റെ പാതയിൽ മുന്നേറാൻ സർവശക്തനായ തമ്പുരാൻ നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ സമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.